യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 8, 9, 10, +1, +2 ക്ലാസ്സുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ഡിസ്കഷനും അതുപോലെ തന്നെ CBSE 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ വൈസ് ഡിസ്കഷനും അതുപോലെ തന്നെ PSC, SSC കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളിൽ മാത്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ടോപ്പിക് വൈസ് ഡിസ്കഷനുമാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC, SSC എക്സാമുകളിലൊക്കെ നിരന്തരം ചോദിക്കുന്ന LCM, HCFനെ കുറിച്ചാണ്. ലസാഗു, ഉസാഗ എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ്. അപ്പോ ആദ്യം ഞാൻ ഈ LCMഉം HCFഉം എങ്ങനെ ഈസിയായി കണ്ടുപിടിക്കാം, സെക്കൻഡുകൾക്കുള്ളിൽ LCM, HCF പ്രോബ്ലംസ് എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നതിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് LCM ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം എന്താണ് LCM? അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, മലയാളത്തിൽ ലസാഗു എന്ന് പറയപ്പെടും. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അത് എന്താണെന്ന് ഒരു എക്സാമ്പിളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നിങ്ങൾക്കറിയാം 6ന്റെ മൾട്ടിപ്പിൾസുകളാണ് 6, 1 × 6 6, 2 × 6 12, 18, 3 × 6 24, 30, 5 × 6 30, 36, 42, 48. ഇതൊക്കെ എന്താണ്? 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി 8ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 8, 16, 24, 32, 40, 48 എക്സെട്ര. ഇതൊക്കെ 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ. അപ്പൊ എന്താണ് LCM എന്ന കൺസെപ്റ്റ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെങ്കിൽ 24 കോമൺ ആണ്, 48 കോമൺ ആണ്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. ഇതിൽ 24, 48 ഇതിൽ ചെറുതേതാണ്? 24. അതുകൊണ്ട് 6ന്റെയും 8ന്റെയും LCM 24 ആണ്. ഓക്കെ. 6ന്റെയും 8ന്റെയും LCM 24 ആണ്. ഓക്കെ. അപ്പൊ LCM എന്ന കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇനി ഈ LCM എങ്ങനെ എത്രയും പെട്ടെന്ന്, ഇങ്ങനൊന്നും ഘടകങ്ങളൊന്നും എഴുതാതെ എത്രയും പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, 12, 8 എന്ന നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കണം. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് LCM എപ്പോഴും തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ അതേ നമ്പേഴ്സോ ആയിരിക്കും. അതായത് ഇവിടെ 12, 8 LCM എപ്പോഴും തന്നിട്ടുള്ള നമ്പേഴ്സിലെ ഏറ്റവും വലിയ നമ്പറോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും. അതായത് അതിന്റെ മൾട്ടിപ്പിൾ ആയി. ഇവിടെ 12, 8 ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 12. അപ്പം LCM 12ഓ 12ൽ കൂടുതലോ ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പം LCM 12ഓ 12ൽ കൂടുതലായിരിക്കും, 12ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. അപ്പൊ നമുക്ക് 12 ആണല്ലോ ഏറ്റവും വലിയ നമ്പർ. അപ്പം 12, 8 എന്ന നമ്പേഴ്സിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. 12 ആണല്ലോ ഏറ്റവും വലിയ നമ്പർ. അപ്പൊ 12ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 12, 1 × 12 12. ഈ 12നെ 8 കൊണ്ടായിരിക്കുക. സിസ്റ്റം വരുന്നുണ്ടോ? 12നെ 8 കൊണ്ടായിരിക്കുമ്പോൾ 4 സിസ്റ്റം വരില്ലേ? അതുകൊണ്ട് 12 LCM അല്ല. സിസ്റ്റം നമുക്ക് 0 കിട്ടുന്നത് എപ്പോഴാണ്?
അപ്പോഴാണ് അത് LCM ആയി മാറുക. ഇനി 12ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എത്രയാണ്? 24 അല്ലേ? 24. ഈ 24നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം എത്രയാണ് വരുന്നത്? 24നെ 8 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം എത്ര വരും? 0 വരും. അപ്പൊ 12ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 12. 12നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ സിസ്റ്റം വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. അതുകൊണ്ട് 12 LCM അല്ല. ഇനി 12ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആയി 24 എടുത്തു. 24നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ സിസ്റ്റം 0 ആണ് വരുന്നത്. സിസ്റ്റം 0 വരുന്നത് കൊണ്ട് ഈ 12, 8 എന്ന നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ഇതാണ് LCM കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് LCM. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 15, 20 ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കണം. 15ന്റെയും 20ന്റെയും. അപ്പൊ ഇതിലെ LCM എപ്പോഴും തന്നിട്ടുള്ള നമ്പേഴ്സിന് ഏറ്റവും വലിയ നമ്പറോ അതിന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും, അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ 20ഓ 20ന് മുകളിലോ ആയിരിക്കും LCMന്റെ LCM. അപ്പം 20നെ 15 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം വരില്ലേ? സിസ്റ്റം 5 വരും. അതുകൊണ്ട് 20 LCM അല്ല. ഇനി 40നെ 15 കൊണ്ട് ഹരിച്ചാലോ? 20ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആണ് 40. 40നെ 15 കൊണ്ട് ഹരിച്ചാലും സിസ്റ്റം വരും. സിസ്റ്റം 0 കിട്ടില്ല. ഇനി 20ന്റെ തേർഡ് മൾട്ടിപ്പിൾ 3 × 20 എത്രയാണ്? 60 അല്ലേ? ഈ 60നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 0 ആയിരിക്കും. 60നെ 15 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം കറക്റ്റ് 4 ആൻസർ കിട്ടും. സിസ്റ്റം 0 ആയിരിക്കും. അതുകൊണ്ട് 15ന്റെയും 20ന്റെയും LCM എന്ന് പറയുന്നത് 60 ആണ്. ഇതാണ് LCM കണ്ടുപിടിക്കുന്നതിനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിലൊക്കെ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് HCF. എന്താണ് HCF എന്നുള്ളതാണ്. HCF എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ മലയാളത്തിൽ ഉസാഗ എന്ന് പറയും. ഉസാഗ. LCM ലസാഗു എന്ന് പറയും. LCMനെ ലസാഗു എന്നാണ് പറയാം. HCF ഉസാഗ. ഓക്കെ, അപ്പൊ ഈ ഉസാഗ അല്ലെങ്കിൽ HCF എന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 12, 16 ഈ നമ്പേഴ്സിന്റെ HCF കണ്ടെത്താം. അപ്പൊ 12ന്റെ ഫാക്ടേഴ്സ് ആദ്യം എഴുതണം. 12ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 12 ഏതൊക്കെ രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ചെയ്താലാണ് 12 കിട്ടുന്നത്. അതാണ് ഫാക്ടേഴ്സ്. അപ്പൊ 12 1 × 12 12 അല്ലേ? അപ്പൊ 1ഉം 12ഉം 12ന്റെ ഫാക്ടറാണ്. ഇനി 12 കിട്ടുന്നത് 2 × 6 അതും 12 ആണ്. ഓക്കെ, ഇനി 3 × 4 അതും 12 ആണ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് 12നുള്ളത്. ഇനി ഘടകങ്ങൾ. ഇനി 16 1 × 16 16 ആണ്. 2 × 8 16 ആണ്. 4 × 4 16 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഘടകങ്ങളാണ് 16. ഇനി ഉസാഗ എന്ന് പറഞ്ഞ HCF എന്ന് പറഞ്ഞ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടറിലെ ഏറ്റവും വലുത്. അപ്പൊ ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. 2ഉം 4ഉമാണ് കോമൺ ഫാക്ടർ ആയി വരുന്നത്. അതിലെ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? 2 ആണോ 4 ആണോ? 4 ആണ്. അതുകൊണ്ട് HCF എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇനി ഈ HCF എന്താണെന്നുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ഇനി ഈ HCF എങ്ങനെ എത്രയും പെട്ടെന്ന് ഈസിയായി കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പൊ ഈ എക്സാമ്പിൾ തന്നെ 12, 16ന്റെ HCF നമ്മൾ ഘടകങ്ങളൊന്നും ആക്കാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഈ HCF നമ്മൾ LCM പറഞ്ഞു. LCM തന്നിട്ടുള്ള നമ്പേഴ്സിലെ ഏറ്റവും വലിയ നമ്പറോ അതിൽ കൂടുതലോ ആയിരിക്കും. HCF തന്നിട്ടുള്ള നമ്പർ
12 ആണല്ലോ. 12, 16. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ 12 അല്ലേ? അപ്പൊ ഈ 12 12 താഴെയോ ആയിരിക്കും HCF വരിക. അപ്പൊ 12, ഈ 12നെ 16 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 12നെ 16 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം വരില്ലേ? 4 സിസ്റ്റം വരും. അതുകൊണ്ട് 12 HCF അല്ല, നമുക്ക് സിസ്റ്റം 0 ആണ് കിട്ടേണ്ടത്. 0 എപ്പോഴാണോ സിസ്റ്റം കിട്ടുന്നത് അതായിരിക്കും അതിന്റെ HCF. ഇനി 12ന്റെ ഒരു ഫാക്ടറാണ് 6. ഈ 6നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും? സിസ്റ്റം 0 കിട്ടോ? കിട്ടില്ല. അതുകൊണ്ട് 6ഉം HCF അല്ല. ഇനി 12ന്റെ അടുത്തൊരു ഫാക്ടറാണ് എത്ര? 4. 12ന്റെ ഫാക്ടറാണ് 4. നെക്സ്റ്റ് ഫാക്ടറാണ് 4. ഈ 4നെ 16 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 കിട്ടും. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 കിട്ടില്ലേ? അതുകൊണ്ട് 4ആണ് HCF. 12ന്റെയും 16ന്റെയും HCF 4ആണ്. ഓക്കെ, 12ന്റെയും 14ന്റെയും HCF 4ആണ്. 12ന്റെയും 16ന്റെയും HCF 4ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 16, 32ന്റെ HCF കണ്ടുപിടിക്കണം. HCF കണ്ടുപിടിക്കാൻ ഏറ്റവും ചെറിയ നമ്പർ എടുക്കുക. 16 ആണല്ലോ ചെറിയ നമ്പർ. അപ്പം HCFന്റെ ആൻസർ 16 16 കുറവുള്ള നമ്പറോ ആയിരുന്നു. അപ്പൊ 16. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ നമ്പർ 16 എടുക്കുക. 16നെ 32 കൊണ്ട് ഹരിക്കുക. 16നെ 32 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 16നെ 32 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം എത്രയാണ്? 0. അതുകൊണ്ട് 16ന്റെയും 32ന്റെയും HCF എന്ന് പറയുന്നത് 16 തന്നെയാണ്. 16ന്റെയും 32ന്റെയും HCF 16 തന്നെ. ഇതാണ് HCFഉം LCMഉം കണ്ടുപിടിക്കുന്നതിനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ഇനി ഇപ്പോ 3 നമ്പർ ആണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്താം. ഇപ്പൊ ഒരു 3 നമ്പേഴ്സിന് LCM കാണാൻ പറഞ്ഞു. 8, 6, 12. ഈ നമ്പേഴ്സിന്റെ LCM കണ്ടെത്താം. 6, 8, 12. അപ്പൊ നമ്മൾ പറഞ്ഞു LCM എപ്പോഴും ഏറ്റവും വലിയ നമ്പറോ അതിന്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും. അപ്പൊ ഏറ്റവും വലിയ നമ്പറായ 12 എടുക്കുക. ഏറ്റവും വലിയ നമ്പറായ 12 എടുക്കുക. ഈ 12നെ 6 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 വരുന്നുണ്ട്. അപ്പം 12 6 ഓക്കെയാണ്, പ്രശ്നമില്ല. ഇനി 12നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 0 വരുന്നില്ല. അതുകൊണ്ട് 12 LCM അല്ല. ഇനി 12ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്രയാ? 24. 2 × 12 24. ഈ 24നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 0 ആണ്. 24 3, 8 കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. സിസ്റ്റം 0 ആണ്. ഇനി 24നെ 6 കൊണ്ട് ഹരിക്കുമ്പോഴും സിസ്റ്റം 0 ആണ്. അപ്പൊ 24നെ ഈ 2 നമ്പർ കൊണ്ടും ഹരിക്കുമ്പോഴും സിസ്റ്റം 0 ആണ്. അതുകൊണ്ട് 8, 6, 12 എന്ന നമ്പേഴ്സിന്റെ LCM 24 ആയിരിക്കും. ഓക്കെ, ഇനി HCFും ഇതേ മെത്തേഡ് 3 നമ്പേഴ്സിന്റെ HCF കാണാൻ ചോദിച്ചാൽ നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. 12, 15, 36. 12, 15, 36 എന്ന നമ്പേഴ്സിന്റെ HCF ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. HCF കാണണം. അപ്പം നമ്മൾ പറഞ്ഞു HCF എപ്പോഴും ഏറ്റവും ചെറിയ നമ്പറോ അതിന് താഴെയുള്ള നമ്പറോ ആയിരിക്കും. അപ്പൊ ഏറ്റവും ചെറിയ നമ്പറായ 12 എടുക്കുക. ഈ 12നെ 36 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 ആണ്. 12 36 ഓക്കെയാണ്. പക്ഷെ 12നെ 15 കൊണ്ട് ഹരിച്ചാൽ 15നെ 12 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം വരുന്നുണ്ട്. 36നെ 12 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 ആണ്. അതിൽ ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഓക്കെ അല്ല. 15നെ 12 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 വരുന്നില്ല. അപ്പം 12 അല്ല. ഇനി 12ന്റെ അടുത്തൊരു ഫാക്ടർ, 12ന്റെ പകുതിയിൽ ഫാക്ടർ ആണല്ലോ 6. ഈ 6നെ 36 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 ആണ്.
പക്ഷെ 6നെ 15 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 അല്ല. അപ്പം 6 അല്ല ആൻസർ, 12 അല്ല ആൻസർ, 6 അല്ല ആൻസർ. ഇനി 12നെ ഫാക്ടർ ആയിട്ടുള്ള അടുത്ത ഫാക്ടർ 4 ആണ്. ഈ 15നെ 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 ലഭിക്കില്ല. ഓക്കെ, ഇനി 12ന്റെ അടുത്ത ഫാക്ടർ ആണ് 3. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0, 36നെ 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0. അപ്പം ഈ 12, 15, 36 എന്നതിന്റെ HCF 3 ആണ്. കാരണം 15നെ 3 കൊണ്ട് ഹരിച്ചാലും സിസ്റ്റം 0 ആണ്, 36നെ 3 കൊണ്ട് ഹരിച്ചാലും സിസ്റ്റം 0 ആണ്. അപ്പൊ ഈ നമ്പേഴ്സിന്റെ HCF 3 ആണ്.